എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കുറച്ച് വർക്കുകളുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഓണം ഇങ്ങ് അടുത്ത് വരുന്തോറും തിരക്കുകളും പണികളും കൂടി വരികയാണ്. അതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളും. എന്നാലും സ്ഥിരം കസ്റ്റമർക്ക് അവർ നമ്മളെ വിശ്വസിച്ച് തരുന്ന വർക്കുകളൊക്കെ എങ്ങനെയാണ് ചെയ്യാതിരിക്കുന്നത്? ഈ വരുന്ന ദിവസങ്ങളിലാണെങ്കിലും സ്കൂളിലും കോളേജുകളിലും എല്ലായിടത്തും ഓണാഘോഷ പരിപാടി പൊടി പൊടിക്കുകയല്ലേ. ഇനി അങ്ങോട്ട് ടെല്ലർമാർക്ക് കുത്തിരിക്കാൻ പറ്റിയാലെന്ന് എനിക്കറിയാം. എൻ്റെ വീഡിയോ പ്രതീക്ഷിച്ചിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ സമയത്തിനനുസരിച്ച് എല്ലാം ഇല്ലെങ്കിലും പറ്റുന്ന എല്ലാം വീഡിയോ ഇടാൻ നോക്കാവേ. ഇത് ഞാൻ പുറത്തുള്ള ഒരാൾക്ക് വേണ്ടി ചെയ്ത് കൊടുത്തതാണ്. ഫ്രണ്ടിൽ ഇതേപോലെ പോട്ട്ലി ബട്ടണാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. താഴെ പാനൽ കട്ടിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ താഴ്ഭാഗത്ത് കസവും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു കോളേജിലെ കുട്ടിക്ക് വേണ്ടിയിട്ട് കോളേജിലെ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഓണാഘോഷത്തിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസാണ്. ഇത് ബാക്ക് ഓപ്പൺ ആയിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു സാരിയിൽ ചെയ്തെടുത്തിരിക്കുന്ന ഒരു ക്രോപ്പ് ടോപ്പും ഡ്രേപ്പ് സ്കേർട്ടായിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് സ്കേർട്ട് വന്നിരിക്കുന്നത് ഡ്രേപ്പ് സ്കേർട്ട് ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു, പക്ഷേ കുറേ പണിപ്പെട്ട് ചെയ്തെടുത്ത എന്തായാലും കുട്ടിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ട് ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അത് കോൺ പോലെ വരുന്നതുകൊണ്ട് അതിൻ്റെ അടിയിൽ കാല് കാണുന്നതുകൊണ്ട് ചെറിയൊരു പാൻറ്റും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ടോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ക്രോപ്പ് ടോപ്പായിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. പ്രിൻസസ് കട്ടിലാണ് അത് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ചെയ്തെടുത്തിരിക്കുന്നത് ഒരു വീനക്ക്, ഇപ്പോഴത്തെ ട്രെൻഡിങ് വീനക്കായിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് മാത്രമല്ല അതിൻ്റെ ഫിനിഷിങ് കൂടി ഞാൻ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. കാരണം അവസാനം ഡ്രസ്സ് കസ്റ്റമറായി കിട്ടുമ്പോൾ ഇത് നന്നായി ചെയ്തിട്ടുണ്ട് എന്ന് അവർക്ക് തോന്നണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതൊരു പരിധി വരെ വിജയിച്ചിട്ടുമുണ്ട്. എന്നാലും മനുഷ്യനല്ലേ, പാളിച്ചകളൊക്കെ വരും. അത് ശരിയാക്കി കൊടുക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ഡിസൈനൊക്കെ കസ്റ്റമർ കാണിച്ച ഡിസൈൻ തന്നെ, അല്ലെങ്കിൽ ഒരു തുണി കണ്ടു കഴിയുമ്പോഴത്തേനും കുറച്ച് നേരം ആലോചിച്ച് നോക്കും, ഇതുകൊണ്ട് എന്ത് ചെയ്താലായിരിക്കും ഭംഗി ഉണ്ടാവുക, എങ്ങനെയായിരിക്കണം ഇതിൻ്റെ ഡിസൈൻ ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ചെയ്യുന്നതും ഉണ്ടാവുമേ. എന്നാൽ ചില സമയങ്ങളിലാണെങ്കിൽ എന്താലോചിച്ചാലും ഒരു പിടുത്തം കിട്ടുകയില്ല. എന്നാലും പെട്ടെന്നൊരു ചിന്ത കയറി വരും, ഇങ്ങനെ ചെയ്തേക്കാമെന്ന് പെട്ടെന്ന് വരുന്ന ചിന്തയിൽ ചെയ്യുന്നതായിരിക്കും ചിലതൊക്കെ. പക്ഷേ ഒരു ഐഡിയ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ മനോഹരമാക്കാമെന്ന് ആലോചനയായി അടുത്ത ചിന്ത. ഞാനൊരു ഡ്രസ്സ് മെറ്റീരിയൽ വാങ്ങുമ്പോൾ ആദ്യം ഞാൻ ഒരു മോഡൽ മനസ്സിൽ വിചാരിക്കും. ചിലപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ച ഡിസൈനൊന്നും ആയിരിക്കുകയില്ല അവസാനം ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്യാൻ മെറ്റീരിയൽ കയ്യിലെടുക്കുമ്പോഴത്തേനും ആ ഡിസൈൻ എല്ലാം മാറും, പുതിയൊരു ഐഡിയ മനസ്സിൽ വരും. ഈ പ്രത്യേകതയുള്ളവരാണോ നിങ്ങളും എങ്ങനെയാണോ എന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ചെയ്തെടുത്ത ഒരു ഡ്രസ്സാണിത്. ഇത് പിന്നെ എൻ്റെ ഒരു കസ്റ്റമറുടെ ഒരു ഡ്രസ്സാണിത്. ഫീഡിങ് ടോപ്പായിട്ട് ചെയ്തെടുക്കണമെന്ന് പറഞ്ഞു, ഇൻവിസിബിൾ സിബ് പിടിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേന് ഈ എംബ്രോയ്ഡറി പോകാനും പാടില്ല, ഇത് എങ്ങനെ ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് അങ്ങനെ എംബ്രോയ്ഡറി കളയാതെ അതിൻ്റെ രണ്ട് സൈഡിലെയും ഇൻവിസിബിൾ സിബ് പിടിപ്പിച്ച് നമ്മൾ 3 പാനലായിട്ട് ചെയ്യല്ലേ, അതുപോലെ പാനൽ രീതിയിൽ ചെയ്തെടുത്തതാണ് അത്. ഇത് പിന്നെ ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസാണിത്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഒറ്റ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഫുള്ള് വരുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഈ ബ്ലൗസ് നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, പ്രിൻസസ് കട്ട് എത്ര ഭംഗിയായി കട്ട് ചെയ്താൽ വൃത്തിക്ക് കിട്ടുമെന്നുള്ള രീതിയിൽ കാണിച്ചു തരുന്നുണ്ട്. അത് കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കണേ. എൻ്റെ ഈ സ്റ്റിച്ചിങ് വീഡിയോ എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുതേ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി ഉപകാരപ്രദമായ നല്ല വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.